ഗോമതി, നീ ഇതുപോലെ ഒരു ഇരിപ്പിരുന്നാൽ എങ്ങനെ ഇരിക്കും? അയ്യ, പെണ്ണകത്ത് കിടന്ന് ഉറങ്ങുന്നു. അല്ല, നിനക്ക് ഇന്ന് ഇച്ചിരി ചേര് കൂടിയതുപോലെ ഉണ്ടല്ലോ. തോന്നുന്നു. അതെ, ഇന്ന് കുറച്ച് കൂടുതലാകത്തുള്ളതുകൊണ്ട് തോന്നുക. പെണ്ണിന് പ്രായമായപ്പോഴാ ഉള്ളിൽ തീ. ഇനി കുറെ പൊന്നു കരുതണം. നിങ്ങൾക്ക് ആവോ ചിന്തയൊന്നുമില്ലല്ലോ. ആരാടി പറഞ്ഞത് എനിക്ക് ആ ചിന്തയൊന്നുമില്ലെന്ന്? ഞാൻ നോക്കിയേ, ഞാൻ അവളുടെ പേരിൽ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ട്. അത് നിനക്കറിയാമോടി മൂദേവി? അതെ, സതകുഞ്ഞിന്റെ കത്തുവല്ലം വന്നു. ഇന്ന് വരുമെന്ന് നിരീക്ഷിച്ചു, കണ്ടില്ല. നാളെ വരുമായിരിക്കും. ഇത്തവണത്തെ കത്തൂടെ ആവുമ്പോൾ 4 കയ്യാലെ സതകുഞ്ഞ് സമ്മതിക്കും വീട് വിറ്റോളാൻ. ആ മുസ്ലിയാർക്ക് വിറ്റാലേ 500 രൂപ കമ്മീഷൻ തരാൻ നിന്നോട് പറഞ്ഞതാ. അത് നിനക്കറിയാമോ? എന്താണ് ഈ ഒച്ച കേൾക്കുന്നത്? നീ പോയി നോക്കി. എന്താ കാര്യം? എനിക്ക് വയ്യ, നിങ്ങളൊന്ന് പോയി നോക്കിയേ. എന്താ കാര്യം ഒന്ന് പറ. വെളിച്ചപ്പാടിന് പുലർത്തവൻ നിൽക്കുന്നു. വാസു? അതെ, വാസു. സ്വാമിയെ മനസ്സിലായില്ല. എന്നെ വാസുന് മനസ്സിലായോ? കണ്ടതായിട്ട് ഓർമ്മിക്കുന്നില്ല. നല്ലതുപോലെ സൂക്ഷിച്ചു നോക്ക്. എന്നെ വാസു തോളിലിരുത്തി ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഞാൻ വാസുവിന്റെ മടിയിലിരുന്ന് ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. സതകുഞ്ഞ്? അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലേ? ഇതൊക്കെ എന്റെ സ്നേഹിതന്മാരാണ്. നോക്കിയേ, നമ്മുടെ സതകുഞ്ഞ്. അയ്യോ, പിന്നെ അവൾ നിങ്ങളെ കണ്ട് പേടിച്ചാണ്ട് അടുത്ത് പോയിരിക്കുക. അയ്യോ, ഞങ്ങളിപ്പോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. കുഞ്ഞ് അപ്പോൾ വലിയ കനവും പൊക്കമൊക്കെ വെച്ചു പോയല്ലോ. ഇവിടെ ഇരിക്കാനെ കൊണ്ട്. വാസു വിഷമിക്കണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സ്വാമി ഇരുന്നാട്ടെ. സ്വാമി. വാസു ഒരു നിമിഷം. കുഞ്ഞു വന്നതില് വാസുവിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ വീട്ടിൽ താമസിച്ചിരുന്നവരുടെ അനുഭവം കുഞ്ഞിനും അറിയാവുന്നതാണല്ലോ. ഒക്കെ അറിയാം. അതൊന്നും ഓർത്ത് വാസു വിഷമിക്കണ്ട. ഞാൻ എല്ലാ കരുതലോടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ വീട്ടിൽ താമസിക്കും, പാടത്ത് കൃഷി ഇറക്കും. വാസുവിന്റെ സഹായം വേണമെന്ന് മാത്രം. ഈ വാസുവിനെ കൊണ്ടാവുന്നത്ര സഹായം കുഞ്ഞിന് എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സാറുമാർക്ക് അറിയില്ല. ഈ തടി ഈ കുഞ്ഞിന്റെ വീട്ടിലെ ചോറ. സതകുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഗോമതി? എന്ന് പറഞ്ഞാലെ കൊണ്ട് വള്ളി നിക്കറിട്ട് നടന്ന കാലത്ത് കണ്ടല്ലയോ? എന്റെ കെട്ടിയോളാ. വാസുവിന് എത്ര കുട്ടികളാ? 2 ഉള്ളൂ. 2 പെണ്ണാ. അത് പിന്നെ ഞാൻ പോയി ജാതകം നടത്തി. എഴുതി. എന്തോടി ഗോമതി എന്റെ പേര്? എന്റെ പേര് പോലെ ഇരിക്കലും. വാസൂട്ടമി. വാസു ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. ഒരു ചെറിയ പൂജയുണ്ട്, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുക്കള ശരിയാകുന്നവരെ ഗോമതിയുടെ സഹായം വേണം. അതൊന്നും ഓർത്ത് കുഞ്ഞു വിഷമിക്കണ്ട, അതിനൊക്കെ ഞങ്ങളുണ്ട്. അങ്ങോട്ട് നടന്നാലും ഞാൻ താക്കോലെടുത്തിട്ട് പുറകെ വരാം.
ഇങ്ങോട്ട് പറയാനാണ് പറഞ്ഞത്. ഇവൻ നമ്മുടെ കരികെട്ടി ചെന്ന് വിട്ട ശില്പന്തി അല്ലയോ? അവസാനം സാറിനെ എവിടെ നിന്ന് ഇവനെ? അല്ല വാസു, പൂജ നടക്കുമ്പോ ഇവൻ പാത്തും പറയാൻ നിൽക്കുന്നതാണ്. എന്നെ കണ്ടപ്പോ ഓടി, ഞാൻ ഓടിച്ചിട്ട് പാപം. നീ എന്തിനാണ് ഇങ്ങനെ പാത്തു പിടിക്കും വന്നത്? നിനക്ക് നേരെ വന്നിരിക്കുന്നതായിരുന്നു. അല്ലേ നിനക്കൊരു കള്ള ലക്ഷണം.